അങ്ങനെ ഇന്ത്യ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക ടെസ്റ്റ് പരമ്പര ആരംഭിച്ചിരിക്കുന്നു. ആദ്യത്തെ ദിവസം ഇന്ത്യയുടെ ബോളർമാർ മിന്നി തിളങ്ങിയിട്ടുള്ളൊരു ദിവസമാണ് എന്ന് പറയേണ്ടി വരും. മികച്ച പെർഫോമൻസ് തന്നെയാണ് നടത്തിയിട്ടുള്ളത്. അത് ലോക ചാമ്പ്യൻസ്, ടെസ്റ്റ് ചാമ്പ്യൻസ് ആയിട്ടുള്ള സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയാണ്. ഒരു ടൈറ്റ് മത്സരം തന്നെയാണ് നമ്മളെല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. കാരണം കഴിഞ്ഞ വെസ്റ്റ് ഇൻഡീസ് ടെസ്റ്റ് പരമ്പര അത്ര ഒരു ഇൻട്രസ്റ്റിംഗ് അല്ലായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അതിന് മുമ്പ് ഇംഗ്ലണ്ട് സീരീസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതേപോലത്തെ ഒരു സീരീസ് തന്നെയാണ് നമ്മൾ ഇവിടെ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇന്ന് നമ്മളുടെ ബോളർമാർ, ഇപ്പം ബുംറയുടെ 5 വിക്കറ്റും ഒക്കെ അടക്കമുള്ള മികച്ച പെർഫോമൻസുകൾ നമ്മൾ കണ്ടു എന്നുള്ളതാണ്. പതിവ് പോലെ തന്നെ ഇന്ത്യക്ക് ടോസ് നഷ്ടമായി. ഇന്ത്യ ബോൾ ചെയ്യാനാണ് നിയോഗിക്കപ്പെടുന്നത്. സൗത്ത് ആഫ്രിക്ക ആദ്യം ബാറ്റിംഗ് ചൂസ് ചെയ്യുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. എന്നാണെങ്കിലും സൗത്ത് ആഫ്രിക്കയ്ക്ക് അത്യാവശ്യം നല്ലൊരു തുടക്കം ലഭിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. കാരണം മാർക്രവും അതുപോലെ റിക്കൾട്ടനും ചേർന്നിട്ടൊരു നല്ല ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് അവരുണ്ടാക്കി ഇങ്ങനെ തുടങ്ങി വരുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ 10 ഓവറൊക്കെ കഴിയുന്ന സമയത്ത് 57-0 എന്ന് പറയുന്നൊരു നിലയിലാണ് നിന്നിരുന്നത്. ആ ഒരു മൊമെൻറ്റിലാണ് ആദ്യത്തെ വിക്കറ്റ് നഷ്ടമാകുന്നത്, റിക്കൾട്ടൻ്റെ വിക്കറ്റ് നഷ്ടമാകുന്നത്. 10.3 ഓവർ നിൽക്കുന്ന സമയത്താണ് ബുംറയാണ് ആ ഒരു വിക്കറ്റ് ഇടുന്നത്. അതും കുറ്റി തെറിപ്പിച്ചുകൊണ്ടുള്ള ഒരു വിക്കറ്റാണ് നേടുന്നത്. അതിന് തൊട്ട് പുറമേ തന്നെ മാർക്കത്തിൻ്റെയും വിക്കറ്റ് നഷ്ടമായി. അതും ബുംറ തന്നെയാണ്. അതൊരു ഉഗ്രൻ ബൗൺസറാണ്. പന്തിൻ്റെ ഒരു വിക്കറ്റ് കീപ്പിംഗ് ക്യാച്ച് എന്ന നിലയിലാണ് വരുന്നത്. അങ്ങനെയാണ് ആദ്യ പാർട്ണർഷിപ്പ്, ഈ ഒരു മത്സരത്തിലെ ഏറ്റവും ഒരു വലിയ പാർട്ണർഷിപ്പ് ആദ്യത്തെ വിക്കറ്റ് പാർട്ണർഷിപ്പാണ്. 57 റൺസിൻ്റെ ഒരു പാർട്ണർഷിപ്പ്. അതിൽ മാർക്കം 31 റൺസ് 48 ബോളിൽ, അതുപോലെ റിക്കൾട്ടൺ 22 പന്തിൽ 23 റൺസ് എന്ന് പറയുന്ന രീതിയിൽ കളിച്ചു. അതിനുശേഷം ക്യാപ്റ്റൻ ബാവുമയുടെ വിക്കറ്റും പോയി. അങ്ങനെ 71-3 എന്ന നിലയിലേക്ക്, ഒരു പരുങ്ങലിലേക്കൊക്കെ പോയി. അതിനുശേഷമാണ് ഇപ്പം ഡിസോസിയും അതുപോലെ മൾഡറും ചേർന്നിട്ട് ഒരു നല്ല പാർട്ണർഷിപ്പ്, ഈ ഒരു മത്സരത്തിലെ സെക്കൻഡ് ബെസ്റ്റ് പാർട്ണർഷിപ്പ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പം 43 റൺസ് 83 പന്തിൽ എന്ന് പറയുന്നൊരു നിലയിലേക്ക്. അതിൽ മൾഡർ 51 പന്തിൽ 24 റൺസും ഡിസോസി 55 പന്തിൽ 24 റൺസ് എന്ന് പറയുന്നൊരു നിലയിലേക്ക് എത്തിച്ചു. അങ്ങനെ അവിടെ നിന്നൊരു ഭേദപ്പെട്ട നിലയിൽ, അപ്പം ഫസ്റ്റ് സെഷനൊക്കെ അവസാനിക്കുന്ന സമയത്ത് 3 വിക്കറ്റുകളെ പോയിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നൊരു 100 റൺസ് കടന്നിരുന്നു. അങ്ങനെ ഒരു ഭേദപ്പെട്ട നിലയിലേക്കായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ 114-4 അവിടെയാണ് മൾഡറിൻ്റെ വിക്കറ്റ് പോകുന്നത്. പിന്നീട് ചീട്ട് കൊട്ടാരം തകർന്ന് വീഴുന്നത് പോലെ വിക്കറ്റുകൾ ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. അങ്ങനെ 159 ഓൾ ഔട്ടായി പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. 100 റൺസൊക്കെ കഴിഞ്ഞ് 3 വിക്കറ്റ് മാത്രം നിൽക്കുന്ന, ഒരിക്കലും പ്രതീക്ഷിക്കുന്നൊരു കാര്യമല്ല 154 ഈ ഒരു ഓൾ ഔട്ട് സിറ്റുവേഷൻ പോകുമെന്ന് പറയുന്നത്. പക്ഷേ അങ്ങനെ ഒരു കാര്യമാണ് സംഭവിച്ചത്. എന്താണെങ്കിലും വെസ്റ്റ് ഇൻഡീസ് സീരീസിൽ നഷ്ടമായിട്ടുള്ള ആ ഒരു ആവേശം ഈ ഒരു മത്സരത്തിൽ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ആദ്യ ദിനം അത് കിട്ടിയില്ല. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായത് നമ്മുടെ ബോളേഴ്സിൻ്റെ പ്രകടനം തന്നെയാണ് എന്നുള്ളതാണ്. അതിൽ ജസ്പ്രീത് ബുംറ ഉഗ്രൻ പെർഫോമൻസ്, 14 ഓവർ എറിഞ്ഞ് അതിൽ 5 മെയ്ഡനുകൾ, 27 റൺസ് മാത്രം വിട്ടുകൊടുത്തിട്ടാണ് 5 വിക്കറ്റുകൾ നേടിയത്. അതും ഓപ്പണേഴ്സിൻ്റെ 2 പേരുടെയും വിക്കറ്റ് നേടി. അതുപോലെ ഡിസോസി എന്ന് പറഞ്ഞിട്ടുള്ള താരത്തിൻ്റെ ഒരു നിർണായക വിക്കറ്റ് നേടി. അതിനുശേഷം അവസാനത്തെ 2 വിക്കറ്റുകൾ നേടിയിട്ടാണ് 5 വിക്കറ്റ്സ് ഓൾ ബുംറ സ്വന്തമാക്കുന്നത്. സിറാജിനെ സംബന്ധിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ സെഷനിൽ അത്ര മികച്ച രീതിയിലല്ലായിരുന്നു പന്തെറിഞ്ഞിരുന്നത്. എന്നാൽ 2 വിക്കറ്റുകൾ പിന്നീട് നേടാൻ സാധിച്ചു. സിറാജിന് കംബാക്ക് നടത്താൻ ഈ ഒരു ആദ്യ സെഷന് ശേഷം സാധിച്ചു എന്നുള്ളതാണ്. അതുപോലെ കുൽദീപ് യാദവ് ആണ് പിന്നെ ഒരു നല്ല രീതിയിൽ ബുംറയ്ക്ക് ശേഷം മികച്ച രീതിയിൽ പന്തെറിഞ്ഞു. 14 ഓവറുകൾ 36 റൺസ് വിട്ടുകൊടുത്ത് 2 വിക്കറ്റുകളാണ് താരം സ്വന്തമാക്കുന്നത് എന്നുള്ളതാണ്. ഇനിയിപ്പം അക്ഷർ പട്ടേൽ ആണെങ്കിലും ജഡേജ ആണെങ്കിലും വാഷിംഗ്ടൺ സുന്ദർ ആണെങ്കിലും എല്ലാവരും പന്തെറിഞ്ഞു. ആദ്യ സെഷനിൽ തന്നെ എനിക്ക് തോന്നുന്നു എല്ലാവരും പന്തെറിഞ്ഞിരുന്നു എന്നുള്ളതാണ്. അതിൽ അക്ഷർ പട്ടേൽ ഒരു വിക്കറ്റ് നേടാൻ സാധിച്ചു. 6 ഓവറിന് 21 റൺസ് വിട്ടുകൊടുത്തിട്ടാണ് ഒരു വിക്കറ്റ് നേടുന്നത്. രവീന്ദ്ര ജഡേജ 8 ഓവർ എറിഞ്ഞിട്ട് 13 റൺസാണ് വിട്ടുകൊടുത്തത്. പക്ഷേ വിക്കറ്റുകളൊന്നും നേടിയില്ല. അതുപോലെ തന്നെ വാഷിംഗ്ടൺ സുന്ദർ 1 ഓവർ മാത്രമാണ് എറിഞ്ഞത്, 3 റൺസ് വിട്ടുകൊടുത്തു, വിക്കറ്റുകളൊന്നും നേടിയില്ല എന്നുള്ളതാണ്. എന്താണെങ്കിലും ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഒരു പതിഞ്ഞ താളത്തിലാണ് ആദ്യ ഇന്നിങ്സ് ബാറ്റ് ചെയ്യാൻ തുടങ്ങിയത് എന്നുള്ളതാണ്. അതിൽ കുറച്ച് എങ്കിലും ഒരു രീതിയിൽ മുന്നോട്ട് വരാൻ നമുക്കറിയാം. ജയ്സ്വാൾ അങ്ങനെ ഭയങ്കര രീതിയിൽ ഡിഫെൻഡ് ചെയ്ത് കളിക്കുന്ന ഒരു കളിക്കാരനല്ല. അദ്ദേഹം 27 പന്തിൽ 12 റൺസ് എടുത്തു. പക്ഷേ ഈ 12 റൺസ് വരുന്നത് 3 ബൗണ്ടറികളിൽ നിന്നാണ്. അദ്ദേഹം സിംഗിളോ അങ്ങനെയുള്ള ഒന്നും നേടിയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ വിക്കറ്റ് നഷ്ടമായി. അതും ഇന്ത്യ 18-ന് നിൽക്കുന്ന സമയത്ത് തന്നെ ആദ്യത്തെ ഒരു വിക്കറ്റ് നഷ്ടമായി. ശേഷം വാഷിംഗ്ടൺ സുന്ദറാണ് ഇറങ്ങുന്നത്. 2 പേര്, ഇപ്പോൾ രാഹുലാണെങ്കിലും അതുപോലെ വാഷിംഗ്ടൺ ആണെങ്കിലും ഇച്ചിരി ഒരു ഡിഫെൻഡ് ചെയ്താണ് കളിക്കുന്നത്. ഇപ്പം ഇന്ന് മത്സരം അവസാനിക്കുന്ന സമയത്ത് 59 പന്തിൽ 13 റൺസാണ് KL രാഹുൽ നേടിയതെങ്കിൽ 38 പന്തിൽ 6 റൺസാണ് വാഷിംഗ്ടൺ സുന്ദർ നേടിയിട്ടുള്ളത്. എന്താണെങ്കിലും ഇന്ന് ബോളേഴ്സിൻ്റെ ഒരു ദിനമായിരുന്നു എന്നുള്ളത് പറയേണ്ടതുണ്ട്. കാരണം 75ഓളം ഓവറുകളാണ് ഇന്നത്തെ ദിവസം
ബോളർമാർ പന്തെറിഞ്ഞതെങ്കിൽ ഒരു 196 റൺസ് മാത്രമാണ് വന്നിരിക്കുന്നത്. അതും 11 വിക്കറ്റുകൾ നേടി. അത് 10 വിക്കറ്റ് ഇന്ത്യൻ ബോളേഴ്സാണ് നേടുന്നത്, 1 വിക്കറ്റ് സൗത്ത് ആഫ്രിക്കൻ ബോളേഴ്സുമാണ് നേടുന്നത്. മാർക്കോ ആണ് ആ വിക്കറ്റ് നേടിയിട്ടുണ്ടായിരുന്നത് സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ദിനമാണ്. ഇനിയിപ്പോൾ രണ്ടാം ദിനം എങ്ങനെ ഇന്ത്യ ബാറ്റ് ചെയ്യുന്നുള്ളത് നോക്കണം. കാരണം ഇന്ന് ഏതാണ്ട് 55 ഓവറിന് മുകളിൽ ഫീൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു ടയേർഡായിട്ടുള്ള സിറ്റുവേഷനിലാണോ ഇന്ന് കുറച്ച് ഡിഫെൻഡ് ചെയ്ത് കളിക്കാമെന്ന് തീരുമാനിച്ചത് എന്നുള്ളത് അറിയത്തില്ല. ഇനിയിപ്പോൾ നാളത്തെ ദിവസം ഇന്ത്യയുടെ അപ്രോച്ച് എങ്ങനെ ആയിരിക്കും ബാറ്റിങ്ങിൽ എന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കി കാണേണ്ട ഒരു കാര്യമാണ്. സോ ദാറ്റ്സ് ഇറ്റ് കേസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായിട്ടും കമന്റ് സെക്ഷൻ